നമസ്കാരം. ഞാൻ ആസർ പൊന്നാട്. ചാനൽ 5+ലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച രാഷ്ട്രീയ കൊലപാതകമായിരുന്നു നിലമ്പൂരിലെ തോട്ടം തൊഴിലാളിയുടെ അനിഷേധ്യ നേതാവും MLA-യുമായിരുന്ന സഖാവ് കുഞ്ഞാലിയുടെ അതിദാരുണമായ കൊലപാതകം. അതുപോലെ തന്നെ വിവാദമായിരുന്നു മതിയായ തെളിവുകൾ ഇല്ല എന്ന് പറഞ്ഞ് 1970 ആഗസ്റ്റ് 16-ന് കേസിലെ 24 പ്രതികളെയും കോടതി വെറുതെ വിട്ടതും. കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ്, വഴുതനപ്പറമ്പിൽ ഗോപാലൻ, കൊടിയോടൻ ഗോവിന്ദൻ, ചന്ദ്രൻ മാട്ടുമ്മൽ മുഹമ്മദ് അബ്ദുസലാം, തെയ്യം വീട്ടിൽ വേലായുധൻ, പൈക്കോടൻ അബു, പാലക്കത്തൊടി അവറാൻകുട്ടി, കല്ലുക്കുന്നൻ മൊയ്തു, ചെട്ടിയാർ ടി മുഹമ്മദ്, പെരുമ്പള്ളി ഹംസ, വടക്കേത്തൊടി യൂസഫ്, വടക്കത്ത് തങ്കമണി, LK അബു, NK യൂസഫ്, പുലിക്കാട്ട് കുമാരൻ, കളത്തിൽ തൊടി അബ്ദു, നീലാംബ്ര മുഹമ്മദ് എന്നിവരായിരുന്നു ഈ പ്രതികൾ. ശ്രീ ആര്യാടൻ മുഹമ്മദ് ഒരു വർഷക്കാലം ഇതിൻ്റെ പേരിൽ ജയിലിൽ റിമാൻഡ് തടവുകാരനായി ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്തു. ഞാൻ കുഞ്ഞാലിയെ വെടിവെച്ചിട്ടില്ല, കുഞ്ഞാലിയെ കൊന്നത് വണ്ടിക്കാരൻ ഗോപാലനാണെന്ന് ആര്യാടൻ മുഹമ്മദ് സുഹൃത്തുക്കളോടും വേണ്ടപ്പെട്ടവരോടൊക്കെ പറഞ്ഞിരുന്നു. ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം, ആര്യാടൻ മുഹമ്മദാണ് കുഞ്ഞാലിയെ കൊല ചെയ്തതെങ്കിൽ പിന്നെന്തിന് കേസിൽ പ്രതി കൂടി അല്ലാത്ത വണ്ടിക്കാരൻ ഗോപാലനെ CPM-കാർ ഇതിൻ്റെ പേരിൽ കുത്തിക്കൊലപ്പെടുത്തിയത്? EMS മന്ത്രിസഭയുടെ കാലത്ത് നടന്ന ഈ കൊലപാതകം, അന്ന് മന്ത്രിയായിരുന്ന ഇമ്പിച്ചു ബാവ ദിവസങ്ങളോളം നിലമ്പൂർ ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് പോലീസുകാർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി കുറ്റമറ്റ രീതിയിൽ തയ്യാറാക്കിയ FIR ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഒരൊറ്റ പ്രതിയെപ്പോലും ശിക്ഷിക്കപ്പെട്ടില്ല? സംഭവം നടന്ന ഉടനെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർ കുഞ്ഞാലിയെ ആര്യാടൻ വെടിവെച്ചു എന്ന് പറയുന്ന കോൺഗ്രസ് ഓഫീസ് വളയുകയും മണ്ണെണ്ണ ഒഴിച്ച് ഓഫീസിലുള്ള മൊത്തം ആളുകളെ കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ പോലീസ് വന്ന് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെങ്കിലും വെടിവെച്ചു എന്ന് പറയുന്ന തോക്ക് സംഭവ സ്ഥലത്ത് വെച്ച് കണ്ടെടുക്കാതിരുന്നത് എന്തുകൊണ്ട്? ഞങ്ങളുടെ എല്ലാമായിരുന്ന സഖാവ് കുഞ്ഞാലിയെ വെടിവെച്ച് കൊന്നത് ആര്യാടനാണെന്ന് പാർട്ടി സഖാക്കൾക്ക് ബോധ്യമുണ്ടെങ്കിൽ പിന്നെങ്ങനെ ഇതേ ആര്യാടനെ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ജീവിച്ചിരിക്കെ തന്നെ നിലമ്പൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാക്കി കയ്യും മെയ്യും മറന്ന് വിജയിപ്പിച്ച് നയനാർ മന്ത്രിസഭയിൽ മന്ത്രിയാക്കിയത്? സഖാവ് കുഞ്ഞാലിക്ക് EMS-മായി നല്ല ബന്ധമല്ലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. കുഞ്ഞാലി ജീവിച്ചിരുന്നെങ്കിൽ മലപ്പുറം ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം തന്നെ മറ്റൊന്നാകുമായിരുന്നു. സഖാവ് കുഞ്ഞാലി കൊല ചെയ്യപ്പെട്ടിട്ട് അരനൂറ്റാണ്ട് കഴിഞ്ഞെങ്കിലും ഇന്നും അദ്ദേഹത്തെ മനസ്സിൽ ആരാധിക്കുന്ന വീരപുരുഷ പരിവേഷമുള്ള കുഞ്ഞാലിയുടെ സഹപ്രവർത്തകർ പലരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഇന്നും മലബാറിലെ പാർട്ടി സഖാക്കളുടെ മനസ്സിൽ മുറിവടങ്ങാത്ത സഖാവ് കുഞ്ഞാലിയുടെ കൊലപാതകവും അനുബന്ധ സംഭവങ്ങളും ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് ചാനൽ 5+ ഇന്നിവിടെ. ഞാൻ ഇന്ന് ഇങ്ങനൊരു സാധനം ചെയ്യാൻ കാരണം, ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഇന്നലെ വരെ കടുത്ത CPM വിരോധിയായിരുന്ന, പിണറായി വിരോധി കൂടിയായിരുന്ന ഡോക്ടർ സരിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ നമ്മുടെ വായിൽ തോന്നുന്നൊക്കെ വിളിച്ചു പറയുന്ന സഖാവ് ബാലൻ സഖാവ് പറഞ്ഞു, ഞങ്ങൾ കുഞ്ഞാലിയെ വെടിവെച്ചു കൊന്ന ആര്യാടനെ മന്ത്രിയാക്കിയ ഞങ്ങൾക്ക് ഇതൊന്നൊരു പ്രശ്നമല്ല എന്ന്. അപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു സാധനം ചെയ്യണമെന്ന് തോന്നിയത്. പട്ടാളത്തിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം കൊണ്ടോട്ടിയിലെ ബീഡി തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന കുഞ്ഞാലിയെ നിലമ്പൂരിലെ തോട്ടം തൊഴിലാളികൾക്കിടയിൽ പാർട്ടിയുടെ ചാർജ് ഉണ്ടായിരുന്ന കണ്ണൂർക്കാരൻ ഈശ്വരൻ നമ്പൂതിരി പ്രായം ചെന്ന അമ്മയുടെ അസുഖം കാരണം നാട്ടിലേക്ക് പോകേണ്ടി വന്നപ്പോൾ പകരക്കാരനായിട്ടാണ് കുഞ്ഞാലി നിലമ്പൂരിലെത്തുന്നത്. എഴുത്തുകാരൻ KT മുഹമ്മദിൻ്റെ സഹോദരി സൈനബയെ അദ്ദേഹം കല്യാണം കഴിച്ച ശേഷം ഉമ്മയെയും കാളികാവിലേക്ക് കൊണ്ടുപോയി അവിടെ സ്ഥിരതാമസമാക്കി. കുഞ്ഞാലിയുടെ വരവോടെ നിലമ്പൂരിലെ AITUC പ്രവർത്തകർക്ക് കൂടുതൽ ആവേശമായി. തോട്ടം തൊഴിലാളികളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന തോട്ടം ഉടമകൾക്കും ജന്മിമാർക്കും കുഞ്ഞാലി ഒരു പേടി സ്വപ്നം തന്നെയായിരുന്നു. തൊഴിലാളികൾക്ക് അത്താണിയും സംരക്ഷകനുമായി കുഞ്ഞാലി മാറി. നിലമ്പൂരിലെ തോട്ടം മേഖലയിലെ 2 പ്രബല ട്രേഡ് യൂണിയനായിരുന്നു CPM-ൻ്റെ നേതൃത്വത്തിലുള്ള AITUC-യും കോൺഗ്രസിൻ്റെ INTUC-യും. ഈ 2 യൂണിയനുകൾ തമ്മിൽ പരസ്പരം പോരടിക്കുന്നതും മറ്റും
ഒരു സാധാരണ സംഭവമായിരുന്നു അവിടെ. ഈയിടെ പുല്ലങ്കോട് എസ്റ്റേറ്റിലെ INTUCക്കാരായ ഏതാനും തൊഴിലാളികൾ രാജിവെച്ച് AITUCയിൽ ചേർന്നത് ഇവർക്ക് ശമ്പളവും മറ്റും നൽകുന്നത് INTUC തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് ഇരു കൂട്ടരും തമ്മിൽ സംഘർഷം ഉടലെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് പുല്ലങ്കോട് ഇരു പാർട്ടി പ്രവർത്തകരും തമ്മിൽ സംഘടന നടക്കുന്ന വിവരമറിഞ്ഞ് അങ്ങോട്ട് പോകാൻ ഒരുങ്ങിയ കുഞ്ഞാലിയെ പാർട്ടിയിലെ നേതാക്കൾ തന്നെ തടഞ്ഞു നിർത്തി. കാരണം സംഘർഷഭൂമിയിൽ പോലും മേലും കീഴും നോക്കാതെ സ്വന്തം ജീവൻ പോലും ഭീഷണിയാകും വിധം ഇറങ്ങി പുറപ്പെടുന്ന കുഞ്ഞാലിയെ പാർട്ടിക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടി കുഞ്ഞാലിയെ വെള്ളക്കെട്ടത്ത് മറ്റൊരു പൊതുയോഗത്തിന് സ്ഥലത്ത് പറഞ്ഞയച്ചു. എന്നാൽ കുഞ്ഞാലിയുടെ മനസ്സ് മുഴുവൻ പുല്ലങ്കോടായിരുന്നു. വെള്ളക്കെട്ട് പൊതുയോഗം പെട്ടെന്ന് അവസാനിപ്പിച്ച് കുഞ്ഞാലി പുല്ലങ്കോട്ടേക്ക് യാത്ര തിരിച്ചു. ആരടാ ഞങ്ങളെ തൊഴിലാളികളെ തടയാൻ എന്ന് പറഞ്ഞ് കുഞ്ഞാലിയും പാർട്ടിക്കാരും ഓഫീസിൽ നിന്ന് തെരുവിലേക്ക് ഇറങ്ങി. ഇതേ സമയം എതിർവശത്തെ കോൺഗ്രസ് ഓഫീസിൽ നിന്ന് കുഞ്ഞാലിയുടെ മുഖത്തേക്ക് ടോർച്ചടിക്കുകയും പെട്ടെന്ന് വെടിപൊട്ടുകയും ചെയ്തു. ആ നിമിഷം തന്നെ AITUC പ്രവർത്തകർ കോൺഗ്രസ് ഓഫീസ് വളയുകയും ഓഫീസിലുള്ള മുഴുവൻ ആളുകളെയും ചുട്ടുകരിക്കാൻ തൊട്ടടുത്ത റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണയുമായി വരികയും ചെയ്തു. എന്നാൽ വലിയൊരു ദുരന്തം ഒഴിവായത് അതിനു മുൻപേ തന്നെ പോലീസ് അവിടെ എത്തി കോൺഗ്രസ് ഓഫീസിലുള്ള മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് കൊണ്ടാണ് എന്നാണ് അന്ന് കുഞ്ഞാലിയുടെ കൂട്ടുകാരനായിരുന്ന ഇന്നും ജീവിച്ചിരിപ്പുള്ള ആലിക്കുട്ടി ഓർത്തെടുക്കുന്നത്. ജൂലൈ 26 വെടിയേറ്റ കുഞ്ഞാലി 28 മരണമടയുന്നത്. ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു MLA ആദ്യമായി വെടിയേറ്റ് മരിക്കുന്നത് കുഞ്ഞാലിയായിരിക്കും. അന്ന് EMS മന്ത്രിസഭയുടെ കാലമാണ്. പൊന്നാനിക്കാരനായ മന്ത്രി സഖാവ് ഇമ്പിച്ചുവാവ നിലമ്പൂരിലെത്തി ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് തുടർന്ന് അങ്ങോട്ടുള്ള അന്വേഷണത്തിനും അറസ്റ്റിനുമൊക്കെ നേതൃത്വം നൽകിയത്. ഈ കേസിൽ അറസ്റ്റിലായ ശ്രീ ആര്യാടൻ മുഹമ്മദ് 1 വർഷക്കാലം റിമാൻഡിൽ ജയിലിലായിരുന്നു. ഈ കേസിൽ 24 പേരെ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തുവെങ്കിലും അവസാനം തെളിവുകളുടെ അഭാവത്തിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിടുകയാണ് ചെയ്തത്. 20 മുതലായ തോക്ക് പോലും സംഭവം നടന്ന് ഉടനെ തന്നെ സ്ഥലത്തെത്തിയ പോലീസിന് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല കോൺഗ്രസ് ഓഫീസിൻ്റെ മുകളിൽ നിന്നാണ് വെടിവെച്ചതെന്ന് പറയുമ്പോൾ ഈ വെടിയുണ്ട വന്നത് മുകളിൽ നിന്നല്ല, കോൺഗ്രസ് ഓഫീസിൻ്റെ താഴത്തുള്ള ഹോട്ടലിന് മുന്നിൽ നിന്നാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല സഖാവ് കുഞ്ഞാലിയുടെ മരണമൊഴിയാണ് ആര്യാടൻ്റെ പേരുള്ളതെന്ന് പറയുമ്പോൾ വെടിയേറ്റ് 2-ാം ദിവസം മരണപ്പെടുന്നത് വരെ കുഞ്ഞാലിക്ക് സംസാരശേഷി ഉണ്ടായിരുന്നില്ല എന്നും ആര്യാടൻ മുഹമ്മദ് സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നും പറയപ്പെടുന്നു. ആര്യാടനല്ല കുഞ്ഞാലിയെ കൊല ചെയ്തതെന്നും വ്യക്തിപരമായി കുഞ്ഞാലിയോട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്ന വണ്ടിക്കാരൻ ഗോപാലനാണ് കൊല നടത്തിയതെന്നും പിന്നീട് പാർട്ടിക്കാർക്ക് ബോധ്യം വന്നതുകൊണ്ടാണ് ഗോപാലനെ സഖാക്കൾ കൊന്നതും. കുഞ്ഞാലി കൊല്ലപ്പെട്ട് 11 വർഷങ്ങൾ ശേഷം കുഞ്ഞാലിയുടെ ഘാതകനെന്ന് മുദ്ര കുത്തി ആര്യാടൻ മുഹമ്മദിനെ CPM പ്രവർത്തകർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് നായനാർ മന്ത്രിസഭയിലെ വനംവകുപ്പ് മന്ത്രിയാക്കിയത് എന്നും പാർട്ടി അടക്കം പറയാറുണ്ടായിരുന്നു. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ചോദിക്കാതെ ജയിലിൽ കിടന്ന് മത്സരിച്ച കുഞ്ഞാലി ജയിച്ച് MLA ആയതും തോട്ടം തൊഴിലാളികൾക്കിടയിൽ അധസ്ഥിതർക്കിടയിലും കുഞ്ഞാലിക്കുള്ള സ്വീകാര്യതയും പാർട്ടിക്കുള്ളിൽ തന്നെ മറ്റ് പലർക്കും ഭീഷണിയാകുമോ എന്ന ഭയം പാർട്ടിയിലെ തന്നെ ചിലർ ആസൂത്രണം ചെയ്തതാണ് കുഞ്ഞാലിയുടെ കൊലപാതകമെന്നും ഒരഭിപ്രായമുണ്ട്. അവരുടെ ഇടപെടലാണ് പാർട്ടിയുടെ ഭരണത്തിൽ പാർട്ടി മന്ത്രി തന്നെ ക്യാമ്പ് ചെയ്ത് അറസ്റ്റിനും മറ്റും നേതൃത്വം നൽകിയിട്ടും പ്രതിയെ ശിക്ഷിക്കപ്പെടാതിരുന്നത് എന്നും സംസാരമുണ്ടായിരുന്നു. ഇന്ത്യയിലെ കുത്തക മുതലാളിയായിരുന്ന ബിർളയുടെ മാവൂർ ഗോളിയറോൺസിലേക്ക് പൾപ്പുണ്ടാക്കാൻ ടണ്ണിന് 1 രൂപ നിരക്കിൽ നിലമ്പൂർ കാട്ടിലെ ഈറ്റ നൽകാൻ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് കരാറുണ്ടാക്കിയത് അക്കാലത്ത് ഏറെ വിവാദമായിരുന്നു. ആ ഇടക്കാണ് നിലമ്പൂരിലെ തലപ്പായി പൊയിലിൽ 3000 ഏക്കർ സ്ഥലം ബിർള കൈവശപ്പെടുത്തുന്നത്. ഇതറിഞ്ഞ കുഞ്ഞാലി 500ഓളം ആളുകളുമായി അവിടേക്ക് മാർച്ച് നടത്തുകയും 500 കുടിൽ കെട്ടി അവരെ അവിടെ താമസിപ്പിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് കുഞ്ഞാലിയും പ്രാദേശിക മുസ്ലിം ലീഗ് നേതാവായിരുന്ന AP ബാപ്പുട്ടി ഹാജിയും കൂടി ബാപ്പുട്ടി ഹാജിയുടെ ജീപ്പിൽ കോഴിക്കോട്ടേക്ക് പോയി തിരികെ വരുമ്പോഴാണ് ഈ 500 കുടുംബങ്ങളെയും EM ശങ്കരമണിപ്പൂടിൻ്റെ ഭരണത്തിൽ കുഞ്ഞാലി അടക്കം MLA ആയ ഈ ഭരണത്തിൽ
പോലീസുകാർ അവരെ ഇറക്കി വിടുന്നു എന്നറിഞ്ഞത്. ഉടനെ തന്നെ കുഞ്ഞാലി വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ട് വഴിയിലിറങ്ങി മാറ്റാനൊരു ഡ്രസ്സ് പോലും എടുക്കാതെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി. EMSനെ കണ്ട് പൊട്ടിത്തെറിക്കുകയും പാർട്ടിയുടെ ബിർളയോടുള്ള മൃദു സമീപനം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. മാത്രമല്ല, പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ മുഴുവൻ പേരെയും തിരികെ പോലീസ് വാഹനത്തിൽ തന്നെ തലപ്പാടി പുഴയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇത് സത്യത്തിൽ EMSന് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു. സഖാവ് കുഞ്ഞാലിയുടെ സംഭവബഹുലമായ ജീവിതകഥയും പാർട്ടിയുടെ മലക്കം മറച്ചിലുമെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എവിടെയൊക്കെയോ ചില അക്ഷരപ്പിശകുകൾ കാണുന്നില്ലേ എന്ന് സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ?